ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, 2025 പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഇന്ന് മുതൽ, ഈ സമയം മുതൽ 2 ദുആ നമ്മൾ ആവർത്തിച്ച് പറയേണ്ടതുണ്ട്. ഈ ദുആ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ വലിയ വിജയം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും, വലിയ ഉയർച്ച നമ്മൾക്ക് നൽകും. ഇത്രയും കാലം നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു കബൂൽ ചെയ്യുമെന്നുള്ളതാണ്. ഏതാണ് അത്ഭുതകരമായ 2 പ്രാർത്ഥന എന്ന് ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് വിശദമായി പഠിക്കാം. അതുപോലെ തന്നെ എൻ്റെ പ്രിയമുള്ളവരെ, 4 അടയാളം ഒരാളിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും വിജയിക്കൂല എന്നുള്ളതാണ്. ശരിക്കും മനസ്സിലാക്കണം. 4 അടയാളങ്ങൾ, 4 സ്വഭാവം ഒരാൾക്കുണ്ടെങ്കിൽ ഒരിക്കലും അവൻ വിജയിക്കുകയില്ല എന്ന് മഹാന്മാർ പഠിപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ 4 അടയാളങ്ങളെന്നും ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് പഠിക്കാം. റബ്ബ് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ. അസ്സലാത്തു വസ്സലാമു അലൈക യാ റസൂലല്ലാഹ്. ഇലാഹി അൻത മഖ്സൂദി വരിളാക മത്ലൂബി. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ദാറുൽ മുബീൻ മജ്ലിസ് കാണുന്ന പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, നിങ്ങളെ എല്ലാവരെയും നമ്മളെ മജ്ലിസിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ആഖിബത്ത് നന്നാക്കി തരുമാറാകട്ടെ. നമ്മളെ ജീവിതത്തിലെ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അല്ലാഹു അകറ്റിത്തരട്ടെ. ധാരാളം ആളുകൾ പല പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും പറഞ്ഞു ദുആ കൊണ്ട് വസിയ്യത്ത് ചെയ്തിട്ടുണ്ട്. അല്ലാഹുവേ, എല്ലാവരുടെ പ്രയാസങ്ങളും നീ അകറ്റി കൊടുക്കണേ റഹ്മാനെ. എല്ലാവർക്കും നീ സന്തോഷം നൽകണേ അല്ലാ. റാഹത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എൻ്റെ പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, ഇന്നത്തെ മജ്ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് അത്ഭുതകരമായ 2 ദുആയിനെ കുറിച്ചാണ്. ഇന്ന് നമ്മൾ ഈ നിമിഷം മുതൽ ആവർത്തിച്ച് പറയേണ്ട വളരെ പ്രധാനപ്പെട്ട 2 ദുആയിനെ കുറിച്ചാണ്. അതുപോലെ തന്നെ 4 അടയാളങ്ങൾ ഒരാളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ അവൻ ഒരിക്കലും വിജയിക്കൂല. അവൻ പരാജയത്തിന്റെ പടുകുഴിയിലേക്ക് ആണ്ടുപോകും. ആ 4 കാര്യങ്ങളെ കുറിച്ചും ഇന്നത്തെ മജ്ലിസിലൂടെ നമുക്ക് പഠിക്കാം. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. പ്രിയമുള്ള മുത്തു മുഅ്മിനീങ്ങളെ, 2025 പരിശുദ്ധമായ റജബ് മാസത്തിന്റെ അവസാനത്തെ ഘട്ടത്തിലേക്ക് നമ്മൾ അടുത്തുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവേ, ഒരുപാട് റജബുകളെ വരവേൽക്കാൻ സാധുക്കളായ ഞങ്ങൾക്ക് ആഫിയത്ത് നൽകണേ അല്ലാ. ആരോഗ്യം നൽകണേ റഹ്മാനെ. ഒരുപാട് മിഅ്റാജിന്റെ രാവുകളിൽ നോമ്പനുഷ്ഠിക്കാനും ഇബാദത്തിലായി മുഴുകാനുമുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ബന്ധപ്പെട്ടവർക്കും ഞങ്ങളെ മജ്ലിസ് കാണുന്നവർക്കും നൽകി അനുഗ്രഹിക്കണേ അല്ലാ. ഈ പരിശുദ്ധമായ റജബ് മാസത്തിൽ നമ്മൾ ധാരാളം അമലുകൾ ചെയ്തു. നിരന്തരമായി അള്ളാഹുവിനോട് ദുആ ചെയ്തിട്ടുണ്ട്. ആ ദുആകളും ആ പ്രാർത്ഥനകളൊക്കെ അള്ളാഹു സ്വീകരിക്കാൻ വേണ്ടി 2 പ്രാർത്ഥന ഈ നിമിഷം മുതൽ, ഇന്ന് മുതൽ നമ്മൾ ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കണം. ഏതാണ് ആ അത്ഭുതകരമായ 2 പ്രാർത്ഥനകളിൽ ഒന്നാമത്തെ പ്രാർത്ഥന? ശരിക്കും മനസ്സിലാക്കണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഒന്ന് പറഞ്ഞാണി. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. എഴുതെടുത്തിട്ട് ഇന്ന് നിരന്തരമായി ദുആയിക്കണം. തഹജ്ജുദ് നിസ്കരിക്കുമ്പോഴും അതുപോലെ തന്നെ ഇശ നിസ്കരിക്കുമ്പോഴും മഗ്‌രിബ് നിസ്കരിപ്പിക്കുമ്പോഴും ഏതൊക്കെ സമയത്ത് നമുക്ക് ദുആക്കാൻ പറ്റുമോ ആ സമയത്തൊക്കെ ഈ പ്രാർത്ഥന നമ്മൾ പറയണം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഒന്നുകൂടെ ചൊല്ലിത്തരാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇതിന്റെ അർത്ഥം എന്താണെന്നറിയോ? അല്ലാഹുവേ, ഞങ്ങൾ ചെയ്ത അമലുകൾ, ഞങ്ങൾ ചെയ്ത സൽക്കർമ്മങ്ങൾ നീ സ്വീകരിക്കണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. ഇതാണ് അതിന്റെ അർത്ഥം. വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഞങ്ങൾക്ക് തൗബ കൊണ്ടല്ലാ, നീയാണ് തൗബ ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും തൗബ ചെയ്യുന്ന ആള്. അതുകൊണ്ട് ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഇതാണ് ഈ പ്രാർത്ഥനയുടെ അർത്ഥം. ഇത് നിരന്തരമായി നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ റജബ് മാസത്തിൽ നമ്മൾ ചെയ്ത മുഴുവനും അല്ലാഹു കബൂൽ ചെയ്യുകയാണ്. നമ്മളെ പ്രാർത്ഥനകൾ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. ഈ പ്രാർത്ഥനയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാം പ്രാർത്ഥിച്ചത്. കഅബ പണിതുകൊണ്ടിരിക്കുമ്പോൾ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമും ഇസ്മായിൽ നബി അലൈഹിസ്സലാമും ഈ പ്രാർത്ഥന പ്രാർത്ഥിച്ചിട്ടുണ്ട്. റബ്ബനാ തഖബ്ബൽ
തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം. റബ്ബേ ഞങ്ങൾ ഈ കഅബ പുതുക്കിപ്പണിത് നീ സ്വീകരിക്കണേ എന്ന്. നമ്മൾ എന്ത് അമല് ചെയ്യുകയാണെങ്കിലും എന്ത് സൽക്കർമ്മം ചെയ്യുകയാണെങ്കിലും ഈ പ്രാർത്ഥന നമ്മൾ കൊണ്ടുവരണം. നമ്മൾ താജ്ജുദ് നിസ്കാരം കഴിഞ്ഞു, അപ്പോൾ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ളുഹ നിസ്കരിച്ചാൽ ഈ പ്രാർത്ഥന പ്രാർത്ഥിക്കണം. ഒരു നല്ല കാര്യം നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണമെന്നുള്ളതാണ്. എന്നാൽ പെട്ടെന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മൾ ചെയ്തത് സ്വീകരിക്കും. മാത്രമല്ല ഈ പ്രാർത്ഥന നമ്മളെ പ്രാർത്ഥനയിൽ കൊണ്ടുവന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് ഇജാബത്ത് ഉണ്ടാകും. നമ്മളെ ദുആക്ക് അല്ലാഹു പെട്ടെന്ന് ഇജാബത്ത് നൽകുകയാണ്. അതുപോലെ തന്നെ നമ്മൾ ചെയ്ത അമലുകളൊക്കെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയാണ്. വലിയ ബറക്കത്ത് അല്ലാഹു നമ്മളെ ജീവിതത്തിൽ നൽകും. ഈ പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എല്ലാ മേഖലകളിലും അല്ലാഹു ബർക്കത്ത് നൽകും. കച്ചവടത്തിൽ ബർക്കത്ത്, മക്കളിൽ ബർക്കത്ത്, കുടുംബത്തിൽ ബർക്കത്ത്, വലിയ ബർക്കത്ത് നമ്മൾക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു പ്രാർത്ഥനയാണ് റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. അതുപോലെ തന്നെ വലിയ ഉയർച്ച അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകും. മക്കൾക്ക് നല്ല ഉയർച്ച കൊടുക്കും അല്ലേ? പല മാതാപിതാക്കളും ആഗ്രഹിക്കുന്നത് മക്കളുടെ ഉയർച്ച കാണാനാണ്. ഈ പ്രാർത്ഥന നമ്മൾ പതിവാക്കിയാൽ മതി. വലിയ ഉയർച്ച നൽകും. കച്ചവടത്തിൽ വലിയ ഉയർച്ച നൽകും. ജീവിതത്തിൽ അല്ലാഹു വലിയ ഉയർച്ച നൽകുമെന്നുള്ളതാണ്. അത്രയും പവറാണ് ഈ രണ്ട് പ്രാർത്ഥന. അതുപോലെ തന്നെ വലിയ ഐശ്വര്യം അല്ലാഹു നൽകും. അഥവാ സാമ്പത്തികമായ അഭിവൃദ്ധിയാണ്. പട്ടിണിയില്ലാതെ ഒരാളുടെ മുന്നിലും കൈനീട്ടാതെ ദാരിദ്ര്യമില്ലാതെ ജീവിക്കാൻ കഴിയും. അതിനൊക്കെ ഈ പ്രാർത്ഥന പറ്റും. ഈ പ്രാർത്ഥന എല്ലാവരും ഒന്ന് കാണാതെ പഠിച്ചു വെക്കുക. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇപ്പോൾ നമ്മൾ ദുആ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ എന്താ ഉണ്ടാകേണ്ടത്? റബ്ബേ പരിശുദ്ധമായ റജബ് 1 മുതൽ ഞങ്ങൾ നോമ്പനുഷ്ഠിച്ചു. ഞങ്ങൾ ബാരിക് ലനാ ഫി റജബ വ ശഅബാൻ എന്ന് ദുആ ചെയ്തു. ധാരാളം ദിക്റുകൾ ചൊല്ലി, ഞങ്ങളെ മജ്ലിസിൽ ധാരാളം സ്വലാത്തുകൾ ചൊല്ലി. അതൊക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ. ധാരാളം തൗബകൾ, ഇസ്തിഗ്ഫാറുകൾ ഞങ്ങൾ പറഞ്ഞു. ഞങ്ങളെ തൗബ സ്വീകരിക്കണേ അല്ലാ. ഇതായിരിക്കണം നമ്മളെ മനസ്സിൽ ഉണ്ടാകേണ്ടത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്ന് നമ്മളെ പ്രാർത്ഥനക്ക് ഇജാബത്ത് നൽകുമെന്നുള്ളതാണ്. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, രണ്ടാമത്തെ പ്രാർത്ഥന ഏതാണ്? അത് ശരിക്കും മനസ്സിലാക്കിക്കോ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർളഅന്നാ വതഖബ്ബൽ മിന്നാ യാ അർഹമർ റാഹിമീൻ. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർളഅന്നാ വതഖബ്ബൽ മിന്നാ യാ അർഹമർ റാഹിമീൻ. എന്താണ് ഇതിന്റെ അർത്ഥം? അല്ലാഹുവേ എനിക്ക് പൊറുക്കണേ റഹ്മാനെ, കരുണ ചെയ്യണേ അല്ലാ, ഞങ്ങളെ തൃപ്തിപ്പെടണേ റഹ്മാനെ. അതുപോലെ ഞങ്ങളിൽ നിന്ന് ഞങ്ങളെ അമലുകൾ കബൂൽ ചെയ്യണേ, ഞങ്ങളെ പ്രാർത്ഥന കബൂൽ ചെയ്യണേ അല്ലാ. അതാണ് ഈ പ്രാർത്ഥന അർത്ഥം. ഞാൻ ഒന്നുകൂടെ ചൊല്ലിത്തരാം. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർളഅന്നാ വതഖബ്ബൽ മിന്നാ യാ അർഹമർ റാഹിമീൻ. എൻ്റെ കൂടെ ഒന്ന് പറഞ്ഞാണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർളഅന്നാ വതഖബ്ബൽ മിന്നാ യാ അർഹമർ റാഹിമീൻ. ഒന്നുകൂടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലനാ വർഹംനാ വർളഅന്നാ വതഖബ്ബൽ മിന്നാ യാ അർഹമർ റാഹിമീൻ. നീ ആദ്യം പറഞ്ഞ പ്രാർത്ഥന അതൊന്ന് പ്രാർത്ഥിക്കാം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ഇത് ഈ നിമിഷം മുതൽ നിരന്തരമായി നമ്മൾ പ്രാർത്ഥിക്കുക. അല്ലാഹു തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ. ഇനി എൻ്റെ പ്രിയമുള്ളവരെ, 4 അടയാളങ്ങൾ ഒരാളെ ജീവിതത്തിലുണ്ടെങ്കിൽ ഓൻ ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കൂല, അവനക്ക് നല്ല ഭാഗ്യം ലഭിക്കൂല, അവൻ പരാജയപ്പെട്ടു പോകുമെന്ന്. അത് പരാജയപ്പെട്ടവരുടെ അടയാളമാണെന്ന് മഹാന്മാർ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ഒന്നാമത്തെ അടയാളം ചെയ്ത തെറ്റുകൾ മറക്കുക. നമ്മൾ ഒരുപാട് കുറ്റങ്ങളും തെറ്റുകളൊക്കെ ചെയ്തിട്ടുണ്ടാകും, അതൊക്കെ മറക്കുക. അങ്ങനെ ഒരിക്കലും നമ്മൾ മറക്കാൻ പാടില്ല. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ അടുക്കൽ നിന്ന് അറിയാതെ ഒരു തെറ്റ്, ശരിക്കും തെറ്റൊന്നുമല്ല, എന്നിട്ട് പോലും ആദം നബി അലൈഹിസ്സലാം 400 കൊല്ലം കരഞ്ഞിട്ടുണ്ട്. 400 കൊല്ലം ഒരു ചെറിയ തെറ്റ്, അറിയാതെ വന്നു പോയ തെറ്റ്, അത് നമ്മളെ അർത്ഥത്തിൽ തെറ്റൊന്നുമല്ല. എന്നിട്ട് പോലും അതിൻ്റെ മേൽ 400 കൊല്ലം ആദം നബി കരഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെയിലി തെറ്റ് ചെയ്യുക, എന്നിട്ട് അത് മറക്കുക. നേരം വെളുക്കുക മറക്കുക, രാവിലെ
രാവിലെ നേരം വെളുക്കുക, രാത്രിയാകുക, കടന്നുറങ്ങുക, ചെയ്ത തെറ്റ് മറക്കുക. സുബ്ഹാനല്ലാഹ്, അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇത് പരാജയപ്പെട്ടവരുടെ അടയാളമാണെന്ന് മഹാന്മാര് അവരെ കിതാബുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ദിക്റുൽ ഹസനാത്തിൽ മാലി, നമ്മൾ ചെയ്ത നന്മകൾ ഇങ്ങനെ ഓർത്ത് കിടക്കുക. ഞാൻ തഹജ്ജുദ് നിസ്കരിച്ചുകുണു, ഞാൻ ളുഹ നിസ്കരിച്ചുകുണു, ഞാൻ വിത്ർ നിസ്കരിച്ചുകുണു, ഞാൻ റമളാൻ മുഴുവനും നോമ്പനുഷ്ഠിച്ചുകുണു, ഞാൻ ഭയങ്കര സംഭവമാണ്, ഞാൻ കുറേ ദിക്ർ ചെല്ലുന്നുണ്ട്, ഞാൻ കുറേ സ്വലാത്ത് ചൊല്ലിയ ആളാണ്, ഞാൻ 10 ഉംറ ചെയ്തുക്കുണു, ഞാൻ 10 ഹജ്ജ് ചെയ്തുക്കുണു, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്, ഞാൻ എപ്പോഴും പള്ളിയിലാണ്, ഞാൻ പള്ളി ഉണ്ടാക്കി കൊടുത്തുക്കുണു, ഞാൻ മദ്രസ ഉണ്ടാക്കി കൊടുത്തുക്കുണു, ഞാൻ എത്തിയും കുട്ടികളെ സഹായിച്ചുക്കുണു. ഇങ്ങനെ ചെയ്ത നന്മകൾ ഇങ്ങനെ ഓർത്ത് വലിയ വർത്താനം പറയാ. എൻ്റെ പ്രിയമുള്ളവരെ, അത് പരാജയപ്പെട്ടവരുടെ അടയാളമാണ്. അങ്ങനെ പറയുന്ന ആളുകളെ മൈൻഡ് ചെയ്യണ്ട. അങ്ങനെ മുഅ്മിനീങ്ങൾ പറയൂല എന്നുള്ളതാണ്. ഞാൻ തഹജ്ജുദ് നിസ്കരിക്കുന്ന ആളാണ്, അങ്ങനെ ഒരിക്കലും പറയാൻ പാടില്ല എന്നുള്ളതാണ്. അതിങ്ങനെ ഓർത്ത് നടക്കാൻ പറ്റൂല. നമ്മൾ നിസ്കരിച്ച തഹജ്ജുദ് അല്ലാഹ് കബൂൽ ചെയ്തുക്കണോ എന്ന് നമുക്ക് ഉറപ്പുണ്ടോ? നമ്മൾ കഴിഞ്ഞ വർഷം നിസ്കരിച്ച നോമ്പും സക്കാത്തൊക്കെ നിസ്കാരമൊക്കെ അല്ലാഹു കബൂൽ ചെയ്തുക്കണോ എന്ന് നമ്മളടുത്ത് ഉറപ്പില്ലല്ലോ. പിന്നെന്തിനാ നമ്മളിങ്ങനെ അതിൻ്റെ പേരിൽ വലിയ വർത്താനം പറയണത്? അപ്പം അതിൻ്റെ പേരിൽ നമ്മൾ വലിയ വർത്താനം പറയാൻ പാടില്ല. അങ്ങനെ കഴിഞ്ഞു പോയ ചെയ്ത നന്മകൾ ഇങ്ങനെ എടുത്ത് വലിയ വർത്താനം പറയാൻ പാടില്ല. അത് പരാജയപ്പെട്ടവരുടെ അടയാളമാണ്. അതുപോലെ തന്നെ മൂന്നാമത്തെ അടയാളം, നമ്മളെക്കാൾ മുകളിലുള്ള ആളുകളെ നോക്കുക. നമ്മളെക്കാൾ താഴെയുള്ള ആളുകളെയാണ് നമ്മൾ നോക്കേണ്ടത്. നമ്മളിങ്ങനെ വലിയ വീട് കാണുമ്പോൾ അങ്ങോട്ട് ഇങ്ങനെ നോക്കുക. ഓൻ്റെ വീട് കണ്ടില്ലേ, ഓനിക്ക് ഭയങ്കര സംഭവമാട്ടോ, അല്ല എനിക്കൊന്നും ചെയ്തു തന്നിട്ടില്ല, ഓനിക്ക് വലിയ വീട് കൊടുത്തു, വലിയ ജോലി കൊടുത്തു. നമുക്ക് വീടൊക്കെ ഉണ്ടാവും, പക്ഷെ തീരെ വീടില്ലാത്ത ആളുകളുണ്ടാകും. അവനിലേക്കാണ് നമ്മൾ നോക്കേണ്ടത്. അൽഹംദുലില്ലാ, അല്ല എനിക്കൊരു വീടെങ്കിലും തന്നല്ലോ എന്ന് നമ്മൾ സമാധാനിക്കാൻ വേണ്ടത്. അല്ലാതെ വലിയ ആളുകളിലേക്ക് നോക്കിയിട്ട്, നമ്മളെക്കാൾ കുറച്ച് സമ്പത്ത് കൂടുതലുണ്ടാവും, ഓനിലേക്ക് ഇങ്ങനെ നോക്കിയിട്ട് അല്ലാ ഓനിക്ക് ഒക്കെ കൊടുത്തൂലേ, എനിക്കൊന്നും തന്നിട്ടില്ല, അങ്ങനെ ഒരിക്കലും നമ്മൾ പറയാൻ പാടില്ല. അങ്ങനെ പറഞ്ഞ ആ പറച്ചിൽ തന്നെ ഉണ്ടാകുള്ളൂ, നമ്മൾക്ക് വിജയിക്കാൻ കഴിയൂല. അതുപോലെ നാലാമത്തെ അടയാളം എന്താണെന്നറിയോ? മറ്റുള്ളവരുടെ ദീൻ കാര്യങ്ങൾ ഇങ്ങനെ ശ്രദ്ധിക്കുക. ഓ നിസ്കരിച്ചുകൂണോ, ഓൻ്റെ മക്കൾ പറ്റ മോശമാണ്, ഓൻ്റെ മക്കളെ കള്ളുടിയന്മാരാ, ഓൻ സുബഹി നിസ്കരിച്ചിട്ടില്ല, ഓൻ ളുഹ്ർ നിസ്കരിക്കൂല, ഓൻ പള്ളിക്കോട്ട് പോകൂല. ഈ പറയുന്ന ആള് തീരെ നിസ്കരിക്കാത്ത ആളേക്കാരം. സ്വന്തം ദീൻ കാര്യം നോക്കാതെ മറ്റുള്ളവരുടെ ദീൻ കാര്യം നോക്കുക. അതെന്താണ്? സ്വന്തം മക്കൾ തെറ്റും കുറ്റങ്ങളൊക്കെ ചെയ്യുന്നുണ്ടാകും, അതൊന്നും കാണില്ല. ഓ മറ്റോന്റെ മകൻ കള്ളുടിക്കുന്നതേ ഓൻ കാണുള്ളൂ, മറ്റോന്റെ മകൻ ലഹരി ഉപയോഗിക്കുന്നതേ കാണുള്ളൂ. ഇവന്റെ മകൻ കള്ളുടിക്കുന്നതും സിനിമ കാണുന്നതും സീരിയൽ കാണുന്നതും തെറ്റ് ചെയ്യുന്നതും തെറി വിളിക്കുന്നതും ഇവൻ കാണുന്നില്ല. മറ്റോ നിസ്കരിക്കാത്തതാണ് ഇവൻ നോക്കുന്നത്, ഇവൻ നിസ്കരിക്കാത്തവൻ നോക്കുന്നില്ല. അങ്ങനെ ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. ആദ്യം നമ്മളുടെ ദീൻ കാര്യം ശ്രദ്ധിക്ക്. നമ്മൾ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ നമ്മൾ ശ്രദ്ധിക്കണ്ടേ? ഒരു വിരൽ ഒരാളിലേക്ക് നമ്മൾ ചൂണ്ടുമ്പോൾ ബാക്കിയുള്ള വിരലുകളൊക്കെ നമ്മളിലേക്കാ ചൂണ്ടുന്നത് എന്നുള്ള ഒരു ചിന്ത നമ്മൾക്ക് വാങ്ങണം. ഈ 4 അടയാളങ്ങൾ ഒരാളിലുണ്ടെങ്കിൽ അവൻ പരാജയപ്പെട്ടവനാണ്. അത് പരാജയപ്പെട്ടവരുടെ അടയാളമാണെന്ന് വലിയ മഹാന്മാര് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹുവേ, വിജയിച്ചവരുടെ കൂട്ടത്തിൽ സാധുക്കളായ ഞങ്ങൾ ഉൾപ്പെടുത്തണേ അല്ലാ. ഞങ്ങളെ ഇബാദത്തുകൾ കബൂൽ ചെയ്യണേ റഹ്മാനെ. വിശുദ്ധമായ റജബ് മാസം ഞങ്ങളിൽ നിന്ന് വിട പറയാൻ ഇനി കുറഞ്ഞ സമയങ്ങൾ മാത്രമാണുള്ളത്. അല്ലാഹുവേ, റജബിൽ ഞങ്ങൾ ചെയ്ത അമലുകളൊക്കെ കബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ, അർഹമായ പ്രതിഫലം നൽകണേ അല്ലാ, ഞങ്ങളെ ആഖിബത്ത് നന്നാക്കി തരണേ അല്ലാ. ദുആ കൊണ്ട് വസിയത്ത് ചെയ്തവരുടെ സാലിഹായ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ അല്ലാ. ഇൻഷാ അല്ലാ ഇന്നത്തെ മജ്ലിസ് അവസാനിപ്പിക്കുകയാണ്. നാളെ രാവിലെ 6 മണിക്ക് നമ്മളെ മജ്ലിസ് ഉണ്ടാകും. എല്ലാവരും അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വല്ലല്ലാഹു അലാ മുഹമ്മദ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.